അടിച്ചോളിക്കേണ്ട സമയമായിരുന്നു. ഇപ്പൊക്കെ പ്രശ്നമായല്ലോ. ഗവർണന്തം വിട്ടോണ്ട് എന്തെന്തായിന്ന് ഒന്നും ആയില്ല. അങ്കിളിനെ ഒതുക്കാണ്ട് പുഷ്പാന്റിനെ ഒതുങ്ങൂല. ഇപ്പൊ അവള് മുഖത്തോരും നോക്കണില്ല. സാധാരണ വന്ന് ഇതുവരെ ഷോ കാണിച്ചാലേ കുറച്ച് കഴിയുമ്പോ തണുക്കണേണ്. ഇപ്പൊ തണുക്കണില്ലെന്ന്. തണുപ്പിക്ക് എന്തിരിയേ? അങ്കിളെ എനിക്കൊരു ഐഡിയ ഉണ്ട്. പറ പറ പറ. ഫ്രിഡ്ജിനകത്ത് ഇച്ചിരി വെള്ളം എടുപ്പുണ്ട്, അതെടുത്ത് പുഷ്പാന്റിയുടെ തലയിൽ ഒഴിക്കും. ഞാൻ വെള്ളോട് നിന്റെ തലയെ കൂടെ ഒഴിച്ചു കേട്ടാ. പാറു ഒരുമാതിരി പാറയുടെ കോമഡി കൊണ്ട് എന്റെ അടുത്ത് വരല്ലേ. അയ്യേ ഇവിടെ മനുഷ്യൻ തീ നിൽക്കാണ് ഇവിടെ. ലച്ചു പറ. പറ 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 പറ. ഞാൻ എന്താ പറയാനോ? ആരെങ്കിലും എന്തെങ്കിലും പറയടേ. ക്യാഷു ശിവ പറ മക്കളെ. ചേച്ചി പറ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന അങ്ങളെ. അങ്ങളെ ഞാൻ ഒരു കാര്യം വിറക്കണെന്തിന് നിങ്ങൾ പിടിച്ച് കുലുക്കണെന്ന് തോന്നുന്നു. അങ്ങളെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അങ്ങളിന് വിഷമാവരുത്. ഇല്ല പറ. എന്തൊരു വിഷമം പറയേച്ചി അങ്ങോട്ട് കണ്ടില്ലേ കല്ലോലിക്കണത്. അങ്ങളെ ആന്റി ഇനി സിംഗപ്പൂര് പോയാ തിരിച്ചിന് നാട്ടിലേക്ക് വരില്ല. എങ്ങനെ ജീവിക്കൂടെ? ഇവിടെ ആരും ആളും വരില്ല. നിങ്ങൾ എന്താണ് പറയണത്? എന്റെ അങ്കിള് ആന്റിക്ക് വേറെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്കിള് അത് മറന്നേക്ക്. ഏത് പുഷ്പലത ഫ്യൂച്ചർ പ്ലാന്? ലച്ചു എന്തൊരു പറഞ്ഞ? അവൾ എന്തൊരു പറഞ്ഞത് ഫ്യൂച്ചർ പ്ലാന്? അങ്കിളെ സമാധാനപ്പെട്. ഞാൻ അങ്കിളുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടാ. നീ ഓവറാക്കല്ലേ മിണ്ടാല്. പറ ശരി. നിങ്ങളെ ഞാന് എനിക്കിത് തോന്നിയോണ്ട് ഞാൻ അങ്ങളുടെ ചോദിക്കണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യാണ്. ശരി ശരി ശരി. ഇപ്പം പുഷ്പലത ആന്റി ഇവിടുന്ന് സിംഗപ്പൂരിൽ നിങ്ങൾ വന്നല്ലോ. അപ്പൊ വരുന്നതിന് മുമ്പ് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ട് വന്നെന്നാണല്ലോ പറഞ്ഞത്. എന്നല്ലേ പറഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോ ആന്റി നൈസിന് അങ്കിളിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് അവിടെ സിംഗപ്പൂര് വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ട് അങ്ങനെ കല്യാണവും പരിപാടിയായിട്ട് ഇനി മുന്നോട്ട് പോവാനാണെങ്കിലും അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാരെയും ആന്റി വിളിക്കും. നമുക്ക് സിംഗപ്പൂര് പോയി അടിച്ചു പൊളിക്കാം അല്ലേ അങ്കിളെ? അപ്പോഴേ ഇവിടെ എന്റെ 16 അടിയന്തരം ഇരിക്കും. ആ ചടങ്ങിന് നിങ്ങൾ വരൂലേ? ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആർക്ക് വേണം അങ്കിളെ? കൊച്ചാടേ ഇത് പറഞ്ഞ കേട്ടാ. ഇത് അങ്കിൾ എന്തോ വർത്താനം പറയുന്നേ? ഈ വർത്താനം കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് കേട്ടല്ലോ. ഞാൻ ഇവിടെ നിലയില്ല കാര്യത്തിൽ നിൽക്കല്ലേ ഇവിടെ. നിങ്ങളെ എനിക്ക് വേറൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാം. നീ അധികം ഷെയർ ഉണ്ട് കേട്ടാ. നീ നേരത്തെ എന്താടാ പറഞ്ഞത്? എന്താടാ പറഞ്ഞത്? എടാ അവള് പരിഭാവനയാണ്. അവള് പതിവ്രതയാണ്. അവള് അങ്ങനത്തോടൊന്നും അല്ല കേട്ടാ. അവളെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞു പറഞ്ഞാൽ കയറി പോകണല്ലോ നീ കേശു. അല്ല അങ്കിളെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ശരി, എനിക്കറിയാം ആന്റി അങ്ങനെയൊന്നുള്ള ആളല്ല. പക്ഷേ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോ ചിന്തിക്കുമ്പോ 8 ദിശയിലോട്ടും ചിന്തിക്കണ്ടേ? എടാ ഞാൻ ഇപ്പൊ ഏത് ദിശയിലോട്ട് പോണെന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടോക്കുന്നു. എന്റെ ദിശ ലച്ചുവേ മക്കള് പറ എന്തിനാ അത് ഫോൺ വഴിക്ക് അങ്ങ് പോട്ടെ അങ്ങളെ. സത്യം പറഞ്ഞ ആന്റിക്ക് ഇപ്പൊ അങ്ങളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവള് വേണമല്ലോ. എന്താ അവള് അങ്ങനെ പറയണത്? കൂടെ നിന്നിട്ട് അയ്യോ പറയാൻ എളുപ്പമുണ്ട് കേട്ടാ. ഞങ്ങൾ കരയണേ എന്തിന്? കരയല്ലേ അങ്ങള് വിഷമിക്കാതിരി, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.